ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ആക്സൻസ് എമേഴ്സൺ എന്ന പെർഫ്യൂമാണ്. ആക്സൻസിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റും ഈ എമേഴ്സൺ തന്നെയാണ്. സോ ഇത് വെർസാച്ചെ ഇറോസ് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വേർഷനാണ്. നേരത്തെ ഇറോസിന്റെ ഇഡിറ്റിനെ ഇൻസ്പയർഡ് ആണ് നമ്മുടെ ലേറ്റസ്റ്റ് ഓറിലുള്ള എൻസോ എലിക്സർ. ഇത് പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. സോ രണ്ടും ഫ്രാഗ്രൻസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സോ ടിപ്പിക്കൽ ആക്സൻസിന്റെ ബോക്സ് തന്നെ. വ്യത്യാസം എന്താ വെച്ചാൽ ഈ പ്ലഷറിനൊക്കെ വരുന്നത് ഇതാണ് ആക്ച്വലി ആക്സൻസിന്റെ കോമൺ ആയിട്ടുള്ളത്. ഇതിന് വേറെ കളർ കൊടുത്തു എന്നുള്ളൂ. ഇതിങ്ങനെ 2-3 പ്രൊഡക്റ്റുകൾക്ക് വേറെ കളർ ഉണ്ട്. ഒന്ന് ടൊബാക്കോ വനില ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ടൊബാക്കോ വനില അങ്ങനത്തെ ഒരു കളറിലുണ്ട്. പിന്നെ ഒന്ന് മിഡ് സമ്മർ ആണ്. മിഡ് സമ്മർ എനിക്ക് തോന്നുന്നു അത് ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ടിപ്പിക്കൽ ടോമി ഫിഗറിന്റെ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെറുതെ നോക്കിയതാണ്. ആ ഒരു ഡിസൈൻ അങ്ങനെ കൊടുത്തു നോക്കിയതാണ്. ഓക്കെ, സോ ബോക്സ് ഓപ്പൺ ചെയ്താൽ ഇതാണ് പെർഫ്യൂം. ഓക്കെ, സോ എമേഴ്സൺ 30 ml. പിന്നെ ഇത് ആക്ച്വലി 30 ml ബോട്ടിലല്ല, ഇത് 35 ml ബോട്ടിലാണ്. ഈ സാധനം നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ വരെ എത്തിച്ചാൽ 35 എത്തും. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി പെർഫ്യൂംസും ഒരു 32-33 ലെവലിലാണ് കൊണ്ടുവന്ന് വെക്കാറാണ്. 30ക്ക് താഴേക്ക് എന്തായാലും പോകില്ല, എന്തായാലും 30ന് മേലേക്ക് ഉണ്ടാവുള്ളൂ. സോ ആ കാര്യത്തിൽ പഠിക്കേണ്ട. ഇത് 35 ആണ്. നിങ്ങൾ ഈ സെയിം ബോട്ടിൽ പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ ബ്രാൻഡുകളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അവരെല്ലാം ഇത് 35 ml എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. അതേപോലെ തന്നെ ഇത് 25 ml ആയിട്ട് കൊടുക്കുന്നവരുണ്ട്. ഇത് നമ്മൾ 20 ml ആണ്. ഇതിങ്ങനെ ഇത്രയും എത്താറുണ്ട്. അപ്പോൾ അത് ആ നെക്ക് വരെ എത്തിച്ചിട്ട് 25 ml എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് പോയിട്ടില്ല. സോ ഇതിന്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇത് വെർസാച്ചെ ഇറോസ് പെർഫ്യൂമിന്റെ ഒരു വേരിയന്റ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ചിലർക്ക് ഇത് 2 ഒപ്പീനിയൻ ഉള്ള ഒരു സാധനമാണ് ഇറോസ്. ചിലർക്ക് വനില മിന്റി ഫ്രാഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയും നിങ്ങൾ എൻസോ എലിക്സർ എടുത്തോളൂ. ചിലർക്ക് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള വനില ടോങ്ക ബീൻസ് എല്ലാം വേണം. അവരോട് പറയും നിങ്ങൾ ഇതും എടുത്തോളൂ. രണ്ടും പ്ലീസിങ് ആണ്. എനിക്കിത് രണ്ടും പേഴ്സണലി ഇഷ്ടമാണ്. കുറേ നാള് ഈ സാധനം നമ്മൾ ഇങ്ങനെ ബോട്ടിൽ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു വലിയ ബോട്ടിലേക്ക് എനിക്കിത് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു വലിയ ബോട്ടിലേക്ക് ഇതെടുത്തിട്ട് നിറച്ചിട്ട് ഒരു 50 ml ഞാൻ റെഗുലറായിട്ട് എൻ്റെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ഓറിലെ കുറച്ച് പെർഫ്യൂംസ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ഈ എമേഴ്സൺ ആണ്. പിന്നെ നമ്മുടെ ഗുച്ചി ബ്ലാക്കിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗുച്ചി ഗിൽറ്റി ബ്ലാക്കിന്റെ ബ്ലാക്ക് സ്റ്റാലിയൻ, ലേറ്റസ്റ്റ് ഓർ ബ്ലാക്ക് സ്റ്റാലിയൻ, അതും ഇതും. പിന്നെ അതേപോലെ പ്ലഷേഴ്സ്. ഈ സാധനങ്ങളാണ് ഞാൻ ആക്ച്വലി നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള പ്രൊഡക്റ്റുകൾ കൂടുതലും. പിന്നെ ഇത് പാസിവിസ്റ്റ്. അത് ചില ഒക്കേഷനുകളിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചില എന്താ പറയാ അത്ര ക്ലോസ് ആയിട്ടുള്ള ചില മീറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 ആള് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പാസിവിസ്റ്റ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് പോയാൽ എന്തായാലും ആൾക്കാരൊന്ന് നോക്കും. അതിനാണ് അത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഡെയിലി വേഴ്സ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിപ്പോൾ ഇത്തരം പെർഫ്യൂംസ് ഇതെല്ലാം കോൺസെൻട്രേഷൻ കൂടുതലുള്ള പെർഫ്യൂംസ് ആണ്. ഇത് യൂസ് ചെയ്ത് ആക്ച്വലി നമ്മളൊരു ഡിസൈനർ പെർഫ്യൂം ഒക്കെ എടുത്ത് നോർമൽ ഒരു എന്താ പറയാ ഫ്രഷ്നെസ് ഒക്കെ ഉള്ള ഡിസൈനർ പെർഫ്യൂം എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ആക്ച്വലി അതിനൊന്നും ഒരു സ്മെല്ല് ഫീൽ ചെയ്യാത്ത ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. കാരണം അതിലേറെ പഞ്ചി സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നും ഇതെന്താ പെർഫ്യൂമുകളൊക്കെ ക്വാളിറ്റി കുറഞ്ഞാണ് വരുന്നത് എന്നുള്ളത്. ആക്ച്വലി അതിന്റെ റീസൺ അതല്ല. നമ്മൾ അതിലേറെ ഇത്തിരി കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ ഇതിങ്ങനെ മൈൻഡിൽ കയറി റെഗുലറായിട്ട് അത് തന്നെ കിട്ടുമ്പോൾ അത്രയും സ്ട്രോങ്ങർ അല്ലാത്ത ഫ്രാഗ്രൻസുകൾക്ക് സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, എന്തായാലും ഞാൻ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പൊ ഇത് എമേഴ്സൺ, ഇതിന്റെ പ്രൈസ് വരുന്നത് 490 ആണ്. നേരത്തെ 450ക്ക് ഇൻട്രൊഡക്ടറി പ്രൈസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൽ മാറ്റം വന്നു. ഇപ്പൊ ഇതിന്റെ പ്രൈസ് 490 ആണ്. പക്ഷെ നമ്മുടെ ലേറ്റസ്റ്റ് ഓർന്ന് നിങ്ങൾ ഏത് പ്രൊഡക്ട്സ് എടുക്കുമ്പോഴും ഞാൻ പറയാറുണ്ട് ഓരോ അഡീഷണൽ പ്രൊഡക്ട്സിനും ഡിസ്കൗണ്ട്സ് കൊടുക്കാറുണ്ട്. സോ അതുകൊണ്ട് ഇത് പ്രൈസ് കൂടിയില്ലേ എന്നൊന്നും കരുതണ്ട. അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. 2 എടുക്കുമ്പോൾ ഒന്നിമേൽ എന്തായാലും ആ ഒരു 40 ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 3+ hours പ്രൊജക്റ്റ് ചെയ്യും. അവിടെ നിന്ന് 7+ hours ലാസ്റ്റ് ചെയ്യും. സോ 490 റുപ്പീസിന് ഇത് റിയലി വർത്താണ്. ഇത് ആക്ച്വലി നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. മീൻസ് നമുക്ക് കിട്ടിയതും എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ്.
ഈ ആക്സൻസിലെല്ലാം എക്സ്പെൻസീവ് പ്രോഡക്റ്റ്സ് ആണുള്ളത്. പക്ഷേ ഇത് ജസ്റ്റ് നമ്മളൊന്ന് അതിന്റെ പ്രൈസ് നല്ലോണം കുറച്ചിട്ട് ഇതെന്താ പറയാ പ്രത്യേകിച്ച് നമ്മളിത് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാധനമല്ല ഇത് ജസ്റ്റ് ഒരു ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ ഇതിങ്ങനെ പോട്ടെ, ഫ്യൂച്ചറിൽ ചില പ്ലാനുകൾ ഉണ്ടാവില്ല നമുക്ക്, അങ്ങനെയൊക്കെ നോക്കാമെന്ന് എഴുതിയിട്ട് ഇതിങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് പ്രൈസ് കുറച്ച് കൊടുക്കുന്നു എന്നുള്ളത്. അല്ലാതെ ഇത് വില കുറഞ്ഞ ലോക്കൽ സാധനങ്ങളൊന്നും അല്ല, ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. സോ നമ്മൾ നല്ല സെലക്റ്റീവായിട്ട് സാധനങ്ങൾ നോക്കിയിട്ട് മീൻസ് പെർഫ്യൂംസ് നോക്കിയിട്ട് ഇതിലിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ലേറ്റർ സോറിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും കിട്ടും. ആക്സൻസ് എന്നുള്ളത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് തന്നെയാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. സോ അതൊക്കെയാണ് അത് വീഡിയോയുടെ ഡീറ്റെയിൽസ്.